ഇത്രയും ദിവസമായിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വീഡിയോസ് ഇട്ടിട്ടും കോഴിക്കോട് ട്രിപ്പിൻ്റെ പാർട്ട് 2 ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നതാണ്. അങ്ങനെ നമ്മൾ മാളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോയത് ബീച്ചിലോട്ടാണ്. ബീച്ചിൽ നല്ല മനോഹര കാഴ്ചകൾ കണ്ടു. നമ്മൾ പോയത് ഒരു 5:45 സമയമായതുകൊണ്ട് തന്നെ അവിടുത്തെ എന്താ പറയുക വെയിലൊക്കെ പോയതിന് ശേഷം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ കുട്ടികളെല്ലാവരും കയറി അടിപൊളിയായിട്ട് കളിച്ചു. ഓരങ്ങനെ കളിച്ച് പിന്നെ ഇയാളെ കണ്ടപ്പോൾ അവിടുന്ന് എല്ലാവരും പാടുണ്ട് ഓടി വന്നിട്ടോ. ഇതെന്തിൻ്റെ ഒരു പരസ്യമാണ്. എന്തായാലും ഒരു കൈയൊക്കെ കൊടുക്കാൻ വേണ്ടി നേരെ പോയി. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നമാണ്. അവിടെയുള്ള ഓരോ സാധനങ്ങളും ഓർക്ക് ഇങ്ങനെ വാങ്ങി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓർക്കൊരു 1 2 3 4 5 കളിപ്പോപ്പൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. നേരെ പോകുന്നത് നമ്മുടെ പുതിയ റഹ്മത്തിലേക്കാണ്. അവിടെ പഴയ റഹ്മത്ത് ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ നമ്മൾ പുതിയ റഹ്മത്തിലേക്കാണ് പോയത്. അങ്ങനെ അവിടുന്ന് പൊറാട്ടയും അതുപോലെ തന്നെ നല്ല അടിപൊളി ബട്ടർ ചിക്കനൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഉഷാറാക്കി. അന്ന് ആകെ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ മറ്റേ കടലിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, മഴയൊക്കെ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ നമുക്ക് അവിടുന്ന് അങ്ങനെ വെറൈറ്റി ഫുഡ്സ് ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമായിരുന്നു ഒരു വിഷമം ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ രാവിലെയായി. ഇതെല്ലാം ഞാൻ ഒന്നിലാണ് കൊടുക്കുന്നത്. പാർട്ട് പാർട്ടായാൽ ചിലപ്പോൾ എനിക്ക് ഇടാനുള്ളൊരു രസം അല്ല ഒരിത് വരില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. അത് നമ്മുടെ കുട്ടികൾ ആരും കൊണ്ടാവത്. ആകെ ഇവളും ഞാനും മാത്രമാണ് കേട്ടോ പോയത്. കുറേ വലിയ കടകളിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ട് തന്നെ ഉള്ളൂ. അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കുറേ പുറത്ത് ഇങ്ങനെ നിരത്തിയിട്ടുണ്ടാവുമല്ലോ, അവിടെ നിന്നൊക്കെ കേട്ടോ ഞങ്ങൾ കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്യാവശ്യം പറ്റുന്ന നല്ല 250 ഇതൊക്കെ ഉണ്ടായിരുന്നു. ടോപ്പ് ഹൗസ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കടൻ്റെ പേര്. എന്തായാലും നമ്മൾ പിന്നെ ആൻറ്റിക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങി, ഇപ്പച്ചിക്ക് ഡ്രസ്സ് വാങ്ങി, അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. കാര്യമായിട്ട് എനിക്ക് തന്നെ വാങ്ങിയത്. പക്ഷെ ഒന്നും ഇതിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒടുക്കത്തെ തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ ഇനി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ റഹ്മത്തേക്കാണ് പോണത്. നേരത്തെ ഞാനൊരു പുതിയ റഹ്മത്ത് കാണിച്ചല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പച്ചി കൊണ്ടുപോയതാണ്. ഇപ്പച്ചിക്ക് പിന്നെ അങ്ങനത്തെ സ്പോർട്സ് ഒക്കെ അറിയാം. നമ്മൾ പിന്നെ തിരിച്ചെത്തിയപ്പോഴാണ് കുറച്ച് ആൾക്കാർ നമ്മളവിടെ ആക്കി പോയിനല്ലോ. ഓരിങ്ങനെ ചാടി കളിച്ച് നമ്മൾ വരുന്നുണ്ട്, വലിയ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. നോ എക്സ്പെക്ടേഷൻ സ്കിൽ അവർ ഹാപ്പിനെസ്, അങ്ങനെയാണല്ലോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗോകുലം മാൾക്കാണ്. അത് ഓരോ കൊണ്ടുപോയി, പാവങ്ങളല്ലേ. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പിന്നെ നേരത്തെ കയറി ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇവിടുത്തെ ആ ജ്യൂസ്, ആ ഒരു എന്തോ മൊഹബത്ത് കാ സർബത്തോ അങ്ങനെ എന്തായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പീസ്. മാളൊക്കെ പിന്നെ എല്ലാ മാളും ഒരുപോലെയാണെങ്കിൽ പേര് മാത്രം മാറ്റേണ്ടതായതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നു. ഇന്നലെ പോയ മാള് ലുലു മാള്, ഇന്ന് പോയ മാള് ഗോകുലം, അങ്ങനെ അത്ര ഒരു മാറ്റമുള്ളൂ. പിന്നെ ബട്ടർസ്കോച്ചും പിസ്ത ഫ്ലേവർ ഐസ്ക്രീം വാങ്ങി, അതിന് ശേഷം പിസ്സ വാങ്ങി. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്നും പോകുന്നു. 2 ദിവസത്തെ ട്രിപ്പല്ലേ, ഇനി നമുക്ക് നമ്മളെ വീട്ടിൽ പോകും. അങ്ങനെ കോഴിക്കോട് ടു മലപ്പുറം എന്നുള്ള രീതിയിൽ ഞങ്ങളെ വീട്ടിലേക്കും പോകുന്നു. അപ്പം ഇത്രേ ഉള്ളൂ.